ഈ കാണുന്ന കെട്ടിടം വന്നിട്ട് ശ്രീകാര്യത്തുള്ള QRS ആണ്. അതായത് ശ്രീകാര്യത്ത് നിന്ന് പോങ്ങുമൂട് വരുമ്പോൾ വലതുവശത്തായിട്ട് QRS കാണാം. QRS കഴിഞ്ഞ ഉടൻ തന്നെ ഈ കാണുന്ന ഒരു വഴി എങ്ങനെ വെച്ചാൽ അത്യാവശ്യം നല്ല വീതിക്കുള്ള റോഡാണ്. ആ റോഡ് ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ട്. ഇത് കഴിഞ്ഞ് കാണുന്ന പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളതാണ്. ടോട്ടലായിട്ട് 22 സെന്റ് സ്ഥലമുണ്ട്. നമുക്ക് അതിലൊരു 12 സെന്റ് ആയിട്ടോ 10 സെന്റ് ആയിട്ടോ കൊടുക്കാൻ സാധിക്കും. അതിന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞുതരാം. പ്രോപ്പർട്ടി ഈസിലി ഐഡന്റിഫൈ ചെയ്യാം. നമ്മുടെ NH-ൽ നിന്ന് കഷ്ടിച്ച് നമ്മുടെ പ്രോപ്പർട്ടി വരേക്കും 100 മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. വാക്കബിൾ ഡിസ്റ്റൻസ്. അവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയായി. ആ രീതിയിലുള്ള ഇത്രയും നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജിലുള്ള പ്രോപ്പർട്ടി. നമുക്കിതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം. നേരിട്ട് ഉടമയായിട്ടുള്ള ഡീലാണ്. ഞാൻ ഇത് 2 പ്ലോട്ടായിട്ട് നൽകാൻ കഴിയുമെന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഈ കോമ്പൗണ്ടിനകത്ത് ഇപ്പോൾ ഇങ്ങനെ ഒരു പഴയ വീടും ബാക്കിലൊരു പഴയ വീടും ഉണ്ട്. അതൊരു 10 സെന്റ് വരും. അതുപോകെ ഇങ്ങോട്ട് നോക്കി ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വഴിയിട്ട് പിൻവശത്തേക്ക് ബാക്കി പ്ലോട്ട് വരുന്ന രീതിയിൽ ടോട്ടലായിട്ട് ഒരു 12 സെന്റും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒന്നിച്ചെടുക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റ് കെട്ടോ അല്ലെങ്കിൽ പ്ലോട്ട് തിരിച്ച് വില്ലാസ് ചെയ്യാനോ ആ രീതിയിലൊക്കെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ഇനി അതെല്ലാം ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു 10 സെന്റായിട്ട് അങ്ങനെ എടുക്കാം. അത് 12 സെന്റ്. രണ്ടും 2 സഹോദരങ്ങളുടെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒന്നിച്ച് വേണമെങ്കിലും കൊടുക്കാൻ സാധിക്കും. ഇതിനകത്തേക്കുള്ള ഒരു ദൃശ്യം കാണിച്ചു തരാം. അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടിയുടെ സ്കെച്ച് ഞാൻ വീഡിയോയിലേക്ക് ആഡ് ചെയ്തേക്കാം. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ കെട്ടിടം ഇരിക്കുന്നതുകൊണ്ട് അല്ലാണ്ട് ഷേപ്പ് അറിയാൻ പറ്റത്തില്ല. വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ, സ്കെച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലതുപോലെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. പ്രോപ്പർട്ടി കുറച്ചുകൂടെ ഒരു ഐഡൻറ്റിഫൈ ചെയ്യാൻ ഞാൻ ഇപ്പോൾ ഈ വീടിൻ്റെ മേളിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കാണുന്ന വന്നിട്ട് ആ പറഞ്ഞ 12 സെൻറ്റാണ്. അതിലേക്ക് നമുക്ക് ഈ രീതിയിലൊരു വഴി ഇങ്ങനെ ജസ്റ്റ് കയറി ഒരു വീടിന് പിൻവശത്തായിട്ടാണ് പ്രോപ്പർട്ടിയുടെ മേജർ ചങ്ങും കിടപ്പുള്ളത്. നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി 10 സെന്റ് വരുന്നത് ഇതുവരേക്കും വരും. ഈ 10 സെന്റ് വന്നിട്ട് നമുക്കൊരു നീളം വാക്കിനാണ് കിടപ്പുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കാം. നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർസെന്റ് 20 ലക്ഷം രൂപയാണ്. NH-ന് തൊട്ടടുത്ത് ശ്രീധന്യയുടെ ഫ്ലാറ്റൊക്കെയാണ് കാണുന്നത്. അതിൻ്റെ ഒരു കോമ്പൗണ്ട് മാറിയിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു അപ്പാർട്ട്മെന്റ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെ വെച്ചാൽ ഇത് മൊത്തത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും സ്പേസിലും പാർക്കിങ്ങും ഒക്കെ ഒരുക്കി ഇത് ഇത്രയും ടോട്ടലായിട്ട് ഏകദേശം 20 സെന്റിന് മേളിൽ വരുന്ന സ്ഥലം കിട്ടും. അവിടെ ഒരു അപ്പാർട്ട്മെന്റ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. പ്ലോട്ട് തിരിക്കാനാണെന്നുണ്ടെങ്കിൽ പറ്റുന്ന രീതിയിലുള്ള ലൊക്കേഷനാണ്. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിക്കുക. പറഞ്ഞിരിക്കുന്ന റേറ്റിൽ നെഗോസിയേഷന് സാധ്യതയുണ്ട്. ആ കാര്യം നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കുക.